ഹലോ, ഞാനും ആമിക്കുട്ടിന്നൊന്ന് കറങ്ങാൻ പോയതാണ്. കുറേ ദിവസമായിട്ടൊക്കെ പനിയായിട്ട് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഗീ റോസ്റ്റ് അവളുടെ ഫേവറേറ്റാണ്. നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചാലും ഹോട്ടലിൽ പോയി കഴിക്കാൻ ആൾക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടൊന്ന് കറങ്ങാൻ പോയതാണ് കേട്ടോ. ബട്ടറോട് ബീച്ചിലേക്ക് പോകാത്തുള്ള റെയിൽവേ ക്രോസാണ്. ഏട്ടൻ്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ റെയിൽവേ ക്രോസിലൊന്നും ഇരിക്കുന്നതും ഞാനും ഓളും കൂടെ മാത്രം കറങ്ങാൻ പോകുന്നതും തമ്മിൽ വ്യത്യാസം വരുന്നു. അവളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ബീച്ചെത്തിയ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് ഒതുക്കിയതാണ്. ഒരു കറക്റ്റ് ലൊക്കേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആ കാണുന്നതാണ് ബീച്ച് ഹോസ്പിറ്റൽ. ഓക്കെ, പിന്നെ അതേ ഞങ്ങൾ ഇറങ്ങി. കുഞ്ഞിക്കുട്ടിയുടെ ഹെൽമെറ്റാട്ടോ എൻ്റെ കയ്യിലുള്ളത്. നേരെ മുന്നേ തന്നെ ടോയ്സ്, ഫുഡ് സെക്ഷനൊക്കെ ഉണ്ട്. ഫുഡിലേക്കൊന്നും അവർക്ക് താല്പര്യമില്ല കേട്ടോ. ഫുഡ് പനിയായതുകൊണ്ടൊന്നല്ല, പൊതുവേ കഴിക്കില്ല. ബീച്ചാണ്, വെയിലാണ്, അതുകൊണ്ട് വെയിലില്ലാത്ത സ്ഥലം നോക്കി നടക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഒതുക്കത്തിൽ അവർക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലം നോക്കി നടക്കുകയാണ്. അപ്പോൾ അതേ അവിടെ കാർണിവൽ പോലെ എന്തോ സംതിങ് ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും കൊണ്ട്, പക്ഷെ സ്റ്റാർട്ടായിട്ടില്ല. വൈകുന്നേരം ഇപ്പോൾ ഒരു 7 മണിക്ക് ആകുമ്പോഴേക്കും ചിലപ്പം സ്റ്റാർട്ടാവാം. അവളങ്ങോട്ട് ഓടി. ഞാൻ പറഞ്ഞു മുളയും കടുവ അത് സ്റ്റാർട്ടായിട്ടില്ല. മാത്രമല്ല അച്ഛനുള്ള സമയത്ത് നീ എങ്ങോട്ട് വേണമെങ്കിൽ കൂടി കളിച്ചോ, ഞാൻ വയ്യത്താല വന്നോളും. പക്ഷേ ഇത് നമ്മൾ രണ്ടാൾ മാത്രമല്ല, ഇപ്പം അടങ്ങി നിൽക്കുക, ഒതുങ്ങി നിൽക്കുക, എൻ്റെ കൂടെ തന്നെ വരിക. ഇവിടെ കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അവൾ കഴിക്കാത്തതുകൊണ്ട് ഞാനും വാങ്ങിയില്ല കേട്ടോ. പിന്നെ അതൊരു ചേട്ടൻ ഇവിടെ പട്ടം പരത്തിക്കൊണ്ട് നിൽക്കുന്നു. ഞങ്ങളൊരു പട്ടം വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ വാങ്ങില്ല. ബോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു സൈഡിൽ ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ബോട്ട് വന്നിട്ട് വേണം അവർക്കെല്ലാം കയറാൻ കേട്ടോ. ഞങ്ങൾ ദേ ഇവിടെ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ച് അവിടെ ദേ കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട്. ഈ ബീച്ച് ടോയ്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടുന്ന് ബീച്ച് ടോയ്സ് വാങ്ങല പണി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ അവൾ 2 ബീച്ച് ടോയ്സ് കൊണ്ടുവന്നു കയ്യിലുണ്ട്. ഇതാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് ഓരോന്ന് ഉണ്ടാക്കുന്നു. അത് കണ്ടില്ലേ, ഈ സംഭവം ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതൊക്കെ ഓപ്പൺ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെല്ലെ സ്ഥലം വിടണം. രാത്രി ആയി കഴിഞ്ഞപ്പോൾ അതും ബീച്ചിൽ നിൽക്കാൻ കഴിയില്ല. നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. ഏട്ടൻ ഉണ്ടായിരുന്ന കുഴപ്പമില്ല. അവളാണെങ്കിൽ അതിലൊക്കെ കയറി കഴിഞ്ഞാൽ പുറത്തേക്കിട്ട് ഇറങ്ങില്ല. ഞാൻ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ ഏട്ടനൊപ്പം വരുമ്പോൾ അതിലൊക്കെ കയറും. ഞങ്ങൾ ആദ്യം ഇരുന്ന് കളിക്കാൻ നോക്കിയ സ്ഥലത്ത് നിന്ന് മെല്ലെ എണീച്ചിട്ടോ. അത് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ഇച്ചിരി വേസ്റ്റ് വാട്ടറൊക്കെ വരുന്നൊരു ഏരിയയാണ്. പിന്നെ ഇത് കുറച്ചുകൂടി അപ്പുറത്തേക്ക് നല്ലൊരു സ്ഥലമാണ്. ഇതെന്തായാലും നന്നായിട്ടോ. വെള്ളം മേലേക്കിങ്ങനെ ഊർന്ന് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് വലിയ ചീത്ത വെള്ളമാവില്ല. മൊത്തം വെള്ളം നല്ലതൊന്നുമില്ല, എന്നാൽ കമ്പാരിറ്റീവ്ലി മച്ച് ബെറ്റർ. അതേ ആമിക്കുട്ടി കളിക്കുന്നു, പിന്നെ ഞാൻ, പിന്നെ ഞങ്ങളുടെ ബസ് കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ അറിയാമല്ലോ, ബീച്ചാണ്. എപ്പോഴും കോഴിക്കോട് ബീച്ച് അടിപൊളിയായിരിക്കണം. അപ്പോൾ വന്നാൽ രാത്രി പാതിരയ്ക്ക് വന്നാലും ഇവിടെ ആളുണ്ടാവും, ബഹളം ഉണ്ടാവും. ഉറങ്ങാത്തൊരു സ്ഥലം. ഇതേ ഒരു കുഞ്ഞു കുട്ടീനെ അതായി അതിൻ്റെ ഉമ്മ കളിപ്പിക്കുന്നുണ്ടോ. അധികം വയസ്സുണ്ടാവില്ല, ഒരു 2.5 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അത് വെള്ളത്തിൽ ഞങ്ങൾ വന്നപ്പം മുതലേ അത് വെള്ളത്തിലാണ്. ഞങ്ങൾ പോന്നിട്ടും അത് വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. പിന്നെ രസമാണ്. അവിടെ കുഴിച്ചൊരു കുളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയോ മലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആ കുഞ്ഞിന് പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോൾ ബാക്ക് കൂടെ ഉണ്ട് കുതിര പോയിട്ട്. ഞാനൊന്ന് ഞെട്ടി നല്ലൊരു സത്യം കേട്ടോ. പിന്നെ അതേ ഒരു ചേട്ടൻ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അതേ ഒരുത്തി കാര്യമായിട്ടുള്ള പണിയിലാണ്. എനിക്ക് വേറെ ഓളൊന്നുമില്ല, ഓളെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല ആളുണ്ട്.
അരുവിയാ അരുവിയാ ഇതാണ് അരുവി. ഞാനും ഓളും വന്നാൽ സാധാരണ ഞാനുള്ള വെള്ളം തുടിക്കാത്തതാണ് കേട്ടോ. 2 കുപ്പി വെള്ളം വാങ്ങിക്കൊടുത്ത് ആ ബീച്ച് ടോയ്സും വെച്ച് അവിടെ ഇരിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ ആ കുഞ്ഞു മോളൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞല്ലേ കളിച്ചോട്ടെ, സാൻഡ് ബാത്തൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ ദേ നിൽക്കുമ്പോഴാണ് റോക്കറ്റ് പോണത്. റോക്കറ്റിൻ്റെ ലൈൻ മാത്രമല്ല കേട്ടോ, റോക്കറ്റിൻ്റെ മുന്നിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. ഇത്രയും ഡിസ്റ്റൻറ്റ് അത്രയ്ക്ക് എനിക്ക് എൻ്റെ ഫോണിൽ കിട്ടുള്ളൂ. നോക്കിയതുണ്ടോ റോക്കറ്റ്. പിന്നെ അതേത് ഫാമിലി ശരിക്കും ഇങ്ങനെ വരണം കേട്ടോ, എല്ലാവരും കൂടി വരണം. ഈ നിലം നോക്കിയേ, നല്ല ഭംഗിയില്ലേ, മരമൊക്കെ വരച്ച പോലെ ഉണ്ടല്ലേ. ഇതാ ഇവിടെ ഒരുത്തി മണ്ണ് ധരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ അല്ലേ, അത് ആസ്വദിക്കട്ടെ. ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ അധികം രാത്രിയൊക്കെ ആയിരുന്നു, അപ്പം ഇങ്ങനെ കല്ല് കാണാൻ പോലും പറ്റില്ല. ഞങ്ങൾ ഒന്നിച്ച് ദേ വെള്ളം ഒന്ന് പൊടിക്കാൻ നിന്നതാണ്. കുറേ വെയിറ്റ് ചെയ്തിട്ടോ വെള്ളം വരാൻ, വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് വെള്ളം വന്നപ്പോൾ കണ്ടു കേട്ടോ. ഒന്നൊരു ഷോട്ട് കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചു, അതോടെ സമ്മതിക്കില്ല. വെള്ളം കണ്ടപ്പോഴത്തേക്ക് അതിന് സ്വഭാവം മാറി. പാട്ട് പാടുന്നു. അപ്പോഴേക്കും സമയം കുറച്ച് വൈകിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം അവിടെ നിന്നില്ല. ഞാൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയിട്ട് പോണ വഴി ഞാൻ അവളുടെ സ്വിഗ്ഗി വേറെ എന്തെങ്കിലും ഫുഡ് വേണോ, പോസ്റ്റ് തന്നെ നമുക്ക് ഒന്നുകൂടി വാങ്ങിയോളൂ. വേണ്ട പറഞ്ഞ് വാശി. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.